ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി ബ്രെഡ് ഷവർമ പോക്കറ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നങ്ങ് ആവി കയറ്റി എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഇഡ്ഡലി തട്ടിലോ അങ്ങനെ എന്തിലേലും വെച്ചിട്ട് ഒന്നങ്ങ് ആവി കയറ്റി എടുത്ത ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്ക് പൊട്ടി പോവാതെ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. 2 ബ്രെഡും ഒരുമിച്ച് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് പരത്തിയെടുക്കേണ്ടത്. 2 ബ്രെഡും ഒരുമിച്ച് വെച്ച് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. ഒരു സൈഡ് പരത്തൽ കഴിഞ്ഞാൽ മറ്റേ സൈഡും തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആ സൈഡും അങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ബ്രെഡിൻ്റെ മാക്സിമം വട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വട്ടത്തിലുള്ള ഒരു അളവിലുള്ള ഒരു ഇതുപോലെ ടിന്നിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു മൂടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതങ്ങനെ വെച്ച് പ്രസ് ചെയ്തു നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് കട്ടായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ഈ 2 ബ്രെഡ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ബ്രെഡ് ആവശ്യമായിട്ട് വരും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുന്നതിന് തന്നെ 2 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നമുക്ക് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തതും ഇതുപോലെ തന്നെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാനിതപ്പോൾ രണ്ടാമത്തെ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു 5 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ 5 ബ്രെഡിൽ നിന്ന് നമുക്ക് 10 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ബ്രെഡ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ മുട്ടയും കോൺഫ്ലോറും കുറച്ച് പാലും കൂടിയിട്ട് കലക്കിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ഞാൻ ബാക്കിയുള്ള ബ്രെഡിൻ്റെ പോർഷനൊക്കെ ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തതാണ് കേട്ടോ. അതൊന്ന് പൊടിച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ നല്ല ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുക. നമ്മൾ ഓരോ ബ്രെഡും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതുപോലെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ അരികുവശങ്ങളില്ലേ, ആ റൗണ്ടനുള്ള അരികുവശം ആ ഭാഗമൊക്കെ ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ആദ്യത്തെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നല്ലപോലെ എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പതുക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ബ്രെഡ് കൂട്ടി ഒട്ടിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിതപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതിലേക്ക് ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കലാണ്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്യാബേജ്, ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ക്യാബേജ് കുറച്ച് അധികം തന്നെ എടുക്കുക. ഇതിലേക്ക് കുക്കുംബറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഓരോന്നിൻ്റെയും അളവ് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യുക. വെജിറ്റബിൾസ് ആഡ് ചെയ്ത ശേഷം ഒന്നങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കണം. ഇനി ആ വെജീസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുത്തതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചിക്കൻ പീസസ് നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ പീസസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്.
മയോണൈസ് എടുക്കുമ്പോൾ എഗ്ലെസ് മയോണൈസോ ഓയിൽലെസ് മയോണൈസോ നമുക്ക് ഏതാണോ ഇഷ്ടം അത് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടികളൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ ബ്രെഡിനും നമുക്കിതുപോലെ നടുവെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2 എണ്ണമായിട്ട് കിട്ടും, ഇതുപോലെ പോക്കറ്റായിട്ട് കിട്ടും. അങ്ങനെയാണ് നമുക്കിത് കിട്ടേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് നിറയ്ക്കുക. ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കെച്ചപ്പ് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മയോണൈസ് കൂടി തേച്ച് കൊടുക്കണം കേട്ടോ. ഓരോന്നും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. കെച്ചപ്പും മയോണൈസും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കുത്തി നിറയ്ക്കുകയും ചെയ്യരുത്. ഇന്ന് അത്യാവശ്യം ഫില്ലിങ് ഉണ്ടാവും വേണം. ഫില്ലിങ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ സ്നാക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതപ്പോൾ ഞാൻ ഒരെണ്ണം അതുപോലെ ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഞാൻ അതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ബ്രെഡ് പൊരിച്ചെടുക്കുന്ന പണി, ചിക്കൻ പൊരിച്ചെടുക്കുന്ന പണി നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം കഴിക്കുന്ന സമയമാവുന്ന സമയത്ത് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കിയിട്ട് അങ്ങ് നിറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അടിപൊളി മൊഞ്ചുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കൂടുതലും സ്നാക്സൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.